വടക്കൻ വെസ്റ്റ് ബാങ്കിൽ വീണ്ടും ഭീകര ആക്രമണം. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇസ്രായേൽ പൗരന്മാർക്ക് നേരെയാണ് പലസ്തീൻ ഭീകരർ വെടിവെപ്പ് നടത്തിയത്. ഭീകരാക്രമണത്തിൽ പൂർണ്ണ ഗർഭിണിയായ ഇസ്രായേൽ യുവതി കൊല്ലപ്പെട്ടു. ഭർത്താവിന് സാരമായി പരിക്കേറ്റു. അടിയന്തര ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. പൂർണ്ണ ഗർഭിണിയായ സീലാഗസ് എന്ന 30-കാരിയായ യുവതിക്കും ഭർത്താവ് ഹാനലിനും നേരെയായിരുന്നു ഭീകരാക്രമണമുണ്ടായത്. പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിനായി പോകുകയായിരുന്ന ദമ്പതികൾക്ക് നേരെയാണ് കണ്ണിൽ ചോരയില്ലാത്ത ഈ അക്രമം അരങ്ങേറിയത്. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ഇസ്രായേലിലെ പെറ്റോടുക്കയിലെ റാബിൻ മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ യുവതി മരിച്ചതായി ആശുപത്രി സ്ഥിരീകരിച്ചു. മറ്റ് 3 കുട്ടികളുടെ അമ്മ കൂടിയാണ് കൊല്ലപ്പെട്ട സീലാഗസ്. നവജാത ശിശുവിന്റെ നിലയും അതീവ ഗുരുതരമാണെന്നും ജീവൻ രക്ഷിക്കാൻ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ആശുപത്രി അധികൃതരും സൈന്യവും വ്യക്തമാക്കി. ദമ്പതികൾ താമസിക്കുന്ന ബ്രൂച്ചിൻ സെറ്റിൽമെന്റിന് പുറത്തുകൂടി പോകുന്ന വാഹനങ്ങൾക്ക് നേരെ പതിയിരുന്ന് വെടിയുതിർത്ത് ഭീകരവാദിയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപലപിച്ചു. പൂർണ്ണ ഗർഭിണിയായ യുവതിയെയും കുഞ്ഞിനെയും കുടുംബത്തെയും ആക്രമിച്ച ഏറ്റവും നിന്ദ്യമായതും വെറുപ്പുളവാക്കുന്നതുമായ പ്രവൃത്തിയാണ് പലസ്തീൻ ഭീകരർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. 2023 ഒക്ടോബർ 7 ശേഷം കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റേൺ ബാങ്കിലും ഇസ്രായേൽ പൗരന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഗണ്യമായ രീതിയിൽ കൂടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസങ്ങളിൽ വെസ്റ്റ് ബാങ്കിൽ നിന്നും 2350 ഹമാസ് ബന്ധമുള്ള ഭീകരരെ അറസ്റ്റ് ചെയ്തതായും IDF വ്യക്തമാക്കുന്നു. ഇതേ കാലയളവിൽ ഇസ്രായേലിലും വെസ്റ്റ് ബാങ്കിലും നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 52 പേർ കൊല്ലപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ട്. അതോടൊപ്പം വെസ്റ്റ് ബാങ്കിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനയിലെ മറ്റ് 8 അംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.